അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുള്ളയുടെ ബുലൂഗുൽ മറാമിൻ്റെ അവസാന ഭാഗത്തുള്ള കിതാബുൽ ജാമിഅയിലെ ബാബുൽ ബിദ്രി വസ്ലത്ത്, കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെയും പുണ്യം ചെയ്യുന്നതിൻ്റെയും ഹദീസുകളാണ് നമ്മൾ വായിക്കുന്നത്. അടുത്തതായി അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ സലാസിൻ യൽതഖിയാനി ഫയസുദ്ദു ഹാദാ വയസുദ്ദു ഹാദാ വഖൈറുഹും അല്ലദീ യബ്ദഉ ബിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യഹില്ലു ലിമുസ്ലിമിൻ, ഒരു മുസ്ലിമിന് അവർക്ക് അനുവാദമില്ല, അവർക്ക് ഹലാലല്ല, അനുവദനീയമല്ല, അൻ യഹ്ജുറ അഖാഹു, തൻ്റെ സഹോദരനോട് പിണങ്ങി നിൽക്കുക എന്നുള്ളത് അവന് അനുവദനീയമല്ല. ഫൗഖ സലാസ്, 3 ദിവസത്തിൽ കൂടുതലായിക്കൊണ്ട് പിണങ്ങി നിൽക്കുക എന്നുള്ളത് അവന് അനുവദനീയമല്ല. യൽതഖിയാൻ, അവർ കണ്ടുമുട്ടുന്നുണ്ട്, ഫയസുദ്ദു ഹാദാ വയസുദ്ദു ഹാദാ, അവർ 2 വഴിക്ക് തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. വഖൈറുഹും അല്ലദീ യബ്ദഉ ബിസ്സലാം, അവരിൽ കണ്ടുമുട്ടുമ്പോൾ ആരാണോ സലാമു കൊണ്ട് തുടങ്ങുന്നത് അവരാണ് ആ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് ലാ യഹില്ലു ലി മുസ്ലിമിൻ, ഒരു മുസ്ലിമിന് ഹലാലാവുകയില്ല എന്ന് പറഞ്ഞാൽ അത് ഹറാമാണ്. ഹലാലല്ല എങ്കിൽ അത് ഹറാമാണ്. ഈ കാര്യം ഹറാമാകുന്നു എന്നാണ്. 3 ദിവസത്തിൽ കൂടുതലായിക്കൊണ്ട് ഒരാളോട് തെറ്റി നിൽക്കുക എന്നുള്ളത് അത് അനുവദിക്കപ്പെട്ടതല്ല, അത് ഹറാമായ കാര്യമായി കൊണ്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആരോടാണ് പൊതുവെ നമ്മൾ തെറ്റാറുള്ളത്, പിണങ്ങാറുള്ളത്? അത് നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളാണ്. അകന്ന ആളുകളോട് നമുക്ക് പിണങ്ങേണ്ട ആവശ്യമില്ല. നമ്മളുമായി സഹവസിച്ച് കഴിയുന്ന നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ, ഇവരെല്ലാം തമ്മിലാണ് പൊതുവെ ഈ കാര്യങ്ങൾ സംഭവിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധം കൂടിയായാൽ ഈ പിണക്കത്തിൻ്റെ ഗൗരവം വർദ്ധിക്കും. അത് ഏറ്റവും കൂടുതൽ വലിയ ഹറാമായിക്കൊണ്ടത് മാറുമെന്നാണ്. അതുകൊണ്ട് കുടുംബത്തിലുള്ളതാണെങ്കിലും അകന്ന ബന്ധുക്കളാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള പിണക്കങ്ങൾ അത് നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് ഇവിടെ പിണക്കം എന്നുള്ളതിൻ്റെ ഒരു സൂചനയായി റസൂലുള്ളാഹി പറഞ്ഞത്? യൽതഖിയാൻ, അവർ 2 പേരും കണ്ടുമുട്ടുന്നുണ്ട്, പക്ഷേ അവർ 2 പേരും തിരിഞ്ഞു കളയുകയാണ്. കണ്ടിട്ടും അവർ പുഞ്ചിരിക്കാതെ സലാം കൊടുക്കാതെ തിരിഞ്ഞു കളയുന്നു എന്ന അവസ്ഥ. യഥാർത്ഥത്തിൽ ഈ ഒരു അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. പിണക്കത്തിൻ്റെ ഏത് രൂപവും അത് 3 ദിവസം വരെയാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഒരു വലിയ കാരുണ്യമാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ ഒരിക്കലും പിണങ്ങരുതേ എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് 3 ദിവസം വരെ അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. 3 ദിവസത്തിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല. അതൊരു മനുഷ്യത്വ സഹജമാണ്. ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആളുകളോട് ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ദേഷ്യമോ പിണക്കമോ ഉണ്ടാകും. അള്ളാഹ് അതിനെ പരിഗണിച്ചു എന്ന് മാത്രമല്ല, അത് 3 ദിവസം വരെ നിങ്ങൾക്കാകാം. എന്നാൽ അതിൽ കൂടുതലായിക്കൊണ്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഒരു ദിവസം കഴിഞ്ഞാൽ, 2 ദിവസം കഴിഞ്ഞാൽ, 3 ദിവസം കഴിഞ്ഞാൽ പിന്നീട് അത് നീട്ടിവെക്കാൻ പാടില്ല. അവിടെ സലാം പറഞ്ഞ് തുടങ്ങണം, ആ ബന്ധം പുതുക്കണമെന്നാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത്. എന്നാൽ പിണങ്ങാൻ പാടില്ല, 3 ദിവസത്തിലും കൂടുതലായിക്കൊണ്ട് പിണങ്ങരുത് എന്ന് പറയുമ്പോൾ തന്നെ ചില സമയത്തെല്ലാം അതിൽ കൂടുതൽ നമുക്ക് പിണങ്ങാൻ പറ്റും. എപ്പോഴാണ്? അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെങ്കിൽ, അള്ളാഹുവിന് വേണ്ടിക്കൊണ്ടാണ് എങ്കിൽ അത് ചെയ്യാം. കാരണം ചില ആളുകൾ അത്തരത്തിലൊരു പിണങ്ങലിലൂടെ അവരുടെ സ്വഭാവം നന്നാകും. അവരുടെ ചില ചീത്ത സ്വഭാവങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കും. അവർ ചെയ്ത ആ ഒരു പാപത്തിൻ്റെ ഗൗരവം അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കും. തബൂക്ക് യുദ്ധത്തിൻ്റെ വേളയിൽ നമുക്ക് കാണാൻ സാധിക്കും, 3 സഹാബിമാർ, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മറാറത്ത് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു, ഹിലാൽ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു, ഈ 3 സഹാബാക്കളും അവർ യുദ്ധത്തിന് പുറപ്പെടാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് അവരുടെ കൂടെ ചേരാമെന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷേ പിന്നീട് അവർക്കത് ചേരാൻ സാധിക്കാതെ വന്നു. അത് ഒരു കാരണവും ഉണ്ടായിരുന്നില്ല, അവർ വെറുതെ നടന്നു.
പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും അവരോട് ഹജ്ർ ചെയ്തു, പിണങ്ങി നടന്നു. എത്ര കാലം? 40 ദിവസത്തോളം അങ്ങനെ ചെയ്തു എന്നാണ്. അതെന്തിനു വേണ്ടിയാണ്? അദ്ദേഹത്തിന്റെ ആ ഒരു പിണക്കം, അദ്ദേഹത്തോട് പിണങ്ങി നടന്നാൽ ആ ഗൗരവം അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് ആ പാപം പുറത്തു കൊടുത്തു എന്ന് ഖുർആനിലൂടെ ആയത്തിറക്കുന്ന സംഭവം വരെ നമുക്കറിയാവുന്ന ചരിത്രമാണ്. അതുകൊണ്ടാണ് ബന്ധം മുറിക്കാം, അത് അള്ളാന്റെ മാർഗത്തിൽ അത് ഏറ്റവും ഗുണകരമാകുമെങ്കിൽ ആ ബന്ധം മുറിക്കൽ അത് നല്ലതാണ് എന്നാണ്. ഇനി അത് മാത്രമല്ല, നമുക്കത് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ബന്ധമാണ് എങ്കിൽ നമ്മളുടെ കൂട്ടുകാരൻ അതല്ലെങ്കിൽ കൂടെയുള്ള ഒരാൾ, അയാൾ പാപം ചെയ്യുന്ന ആളാണ്, അയാൾ കൂടുതലായിക്കൊണ്ട് ലഹരി ഉപയോഗിക്കുന്നു, അതല്ലെങ്കിൽ മറ്റുള്ള തെറ്റുകളെല്ലാം ചെയ്യുന്നു, ഇദ്ദേഹത്തിന്റെ കൂടെ നടന്നുകൊണ്ട് എനിക്കും അത് പകരുമോ, ആ സ്വഭാവം എനിക്കും ലഭിക്കുമോ എന്നയാൾ ഭയപ്പെട്ടുകൊണ്ട് അയാളോട് പിണങ്ങി നടക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അതും അനുവദിക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് എല്ലാം പറയുന്നതായി കാണാം, ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയുള്ള ബന്ധം മുറിക്കലല്ല ഏറ്റവും നല്ലത്. കാരണം ഇന്ന് സമൂഹത്തിലെല്ലാം തിന്മകൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ തൗഹീദിന്റെ അല്ലെങ്കിൽ നല്ല ആളുകൾ അവരുടെ കൂടെ ചെന്ന് ആ പാപത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് വേണ്ടത്. ഒരു തെറ്റ് കാണുമ്പോഴേക്ക് അവരെ പിണങ്ങി നിൽക്കുന്ന അവസ്ഥയുണ്ടായാൽ അയാൾ വീണ്ടും തെറ്റിലേക്ക് അധപ്പതിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുക. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ആ ബന്ധം മുറിക്കലാണോ ഉത്തമം, ബന്ധം മുറിക്കാതിരിക്കലാണോ ഉത്തമം, അത് അവിടെ ഏറ്റവും നല്ല മസ്ലഹത്ത് നോക്കിക്കൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല സഹോദരങ്ങളെ, പിണങ്ങി നിന്നാൽ അവിടെ നമുക്ക് വലിയ ഗൗരവങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും അവരുടെ പാപങ്ങൾ, അവരുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമെന്നാണ്. മാത്രമല്ല ഫയഗ്ഫിറു ലികുല്ലി അബ്ദിൻ മുഅ്മിനിൻ ഇല്ലാ അബ്ദൻ ബൈനഹു വബൈന അഖീഹി ശഹ്നാഉ. എല്ലാ ആളുകളുടെയും പാപങ്ങൾ പൊറുക്കപ്പെടും. ആ വ്യാഴാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും ആ ദിവസങ്ങളിൽ അവരുടെ പാപങ്ങൾ, അവരുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ എല്ലാ പാപങ്ങളും അവർക്ക് പുറത്തു കൊടുക്കപ്പെടും. പക്ഷേ ചില ആളുകളുടെ ഒഴികെ, ഏതാണ് ആളുകൾ? ശഹ്ന, തെറ്റി നിൽക്കുന്ന, പിണങ്ങി നിൽക്കുന്ന ആളുകൾ, അവരോട് അല്ലാഹു സുബ്ഹാനഹു തആല പറയും, ഉത്രുകു, അവരെ വിടുക, ഹാദൈൻ ഹത്താ യഫീഅൻ, അവരിലെ ഈ ഒരു പിണക്കം മാറുന്നത് വരെ അവരെ വിടാൻ പറയും. അവരുടെ കർമ്മങ്ങൾ അത് ഉയർത്തപ്പെടും, പക്ഷെ അവർക്ക് പുറത്തു കൊടുക്കപ്പെടുകയില്ല എന്നാണ്. മാത്രമല്ല റസൂലുള്ളാഹി മറ്റൊരിക്കൽ പറഞ്ഞു, 3 ദിവസത്തിൽ കൂടുതൽ ഒരാളോട് ഹജ്ർ ചെയ്തുകൊണ്ട് പിണങ്ങി നിന്നാൽ ആ രൂപത്തിലാണ് അയാൾ ഫമാത ദഖലന്നാർ, അങ്ങനെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ അയാൾ നരകത്തിൽ പ്രവേശിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് കാണാം. അതുപോലെ തന്നെ ഒരാൾ 1 വർഷത്തോളം പിണങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എങ്കിൽ അയാളെ അത് വധിക്കുന്നതിന്റെ, അയാളെ രക്തം ചിന്തുന്നതിന്റെ തുല്യമായി കൊണ്ടുള്ള പ്രവൃത്തിയാണ് താങ്കൾ ചെയ്തിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മറ്റുള്ള ആളുകളോടുള്ള പിണക്കം അത് വളരെയധികം ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരം പിണക്കങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല രൂപത്തിൽ ഇണക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.